വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പെയിൻ വേഴ്സസ് ഇറ്റലി മാച്ചിനെ കുറിച്ചാണ്. അപ്പോൾ മാച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരെ ആയിട്ടുള്ളൂ, നമ്മൾ ഉടനെ എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം ഒന്നുകൂടി റീപ്ലേ കണ്ടിട്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് കണ്ടിട്ട് പ്രധാനപ്പെട്ട മൊമെൻറ്റ്സ് ഒന്നും ഒരു റീക്യാപ്പ് ചെയ്യാനുള്ളൊരു സമയമോ അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് ഒന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു, ഓർമ്മയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പെയിനിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് 11 നോക്കാം. സ്റ്റാർട്ടിംഗ് 11 നോക്കുന്ന സമയത്ത് അവർ ഇക്കുറി ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യിക്കുന്നത് ലാപ്പോർട്ടിനെയാണ് നാച്ചോക്ക് പകരം. നാച്ചോനല്ല നമ്മൾ ഫസ്റ്റ് മാച്ചിലും പ്രതീക്ഷിച്ചത് ലാപ്പോർട്ടിനായിരുന്നു. അപ്പോൾ നാച്ചോ വന്നു, ഇപ്പോൾ ലാപ്പോർട്ട് തിരിച്ചെത്തി. അപ്പോൾ ലാപ്പോർട്ട് തിരിച്ചെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡിഫൻസിന് ഒരു സ്റ്റെബിലിറ്റി കൈവരും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 100% അവിടെ കൈ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഫാക്റ്റ്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ റോഡ്രിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, പെഡ്രി ഉണ്ട്, ഫാബിയാൻ റോയ്സ് ഒക്കെ സൂപ്പറായിരുന്നു. ഫൈനൽ തേർഡിലേക്കൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ആരൊക്കെയാണുള്ളത്? നിക്കോ വില്യംസ് ഉണ്ട്, ലാമിൻ യമാൽ ഉണ്ട്, ആൽവാരോ മൊറാട്ട ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് മിനിറ്റ് മുതലേ സ്പെയിൻ്റെ അറ്റാക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇറ്റലിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് 11 കുറിച്ച് പറയാൻ മറന്നുപോയി. ഇറ്റലിൻ്റെ സ്റ്റാർട്ടിംഗ് 11 അവരെ കഴിഞ്ഞ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത ആ സെയിം 11 തന്നെയാണ്. അതായത് കലാഫിയോറി ഉണ്ട്, ബാസ്റ്റോണി ഉണ്ട്, ഡി ലോറൻസോ ഉണ്ട്, നമ്മുടെ ആരാണ് ഡിമാർക്കോ ഉണ്ട്, ഡൊണറുമ്മയുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു സ്റ്റാർട്ടിംഗ് 11 ഫ്രെട്ടേസി ഉണ്ട്, സ്കെമാക്കി ഉണ്ട്, കിയേസി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഇറ്റലീനെ സ്പെയിൻ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മിനിറ്റ് മുതൽ സ്പെയിനിൻ്റെ ഒരു അറ്റാക്കാണ് നമ്മൾ കാണുന്നത്. അതായത് ഫസ്റ്റ് 10-15 മിനിറ്റ് തുടർച്ചയായിട്ട് അറ്റാക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിക്കോ വില്യംസ് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഡി ലോറൻസോനെ അങ്ങനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡി ലോറൻസോക്ക് ഇന്ന് നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 90 മിനിറ്റും ഡി ലോറൻസോനെ വെള്ളം കുടിപ്പിച്ചു നമ്മുടെ നിക്കോ വില്യംസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. നിക്കോ വില്യംസിൻ്റെ ആ ഒരു ഡ്രിബിൾ ചെയ്യാനുള്ള എബിലിറ്റി, ആളുടെ പേസ്, ആക്സിലറേഷൻ, ബോൾ ക്രോസ് ചെയ്യുന്നതിൽ പലപ്പോഴുമുള്ള ആ ഒരു ആക്യുറസി, അതൊക്കെ ഭയങ്കര സീനായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ നിക്കോ വില്യംസ് പെഡ്രിക്ക് ഒരു ക്രോസ് കൊടുക്കുന്നുണ്ട്, സൂപ്പർ ക്രോസ് ആയിരുന്നു. പെഡ്രി അത് കറക്റ്റായിട്ട് ഹെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സൂപ്പർ സേവാണ് നമ്മൾ ഡൊണറൂമൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അൺബിലീവബിൾ സേവാണ്. അത് സേവ് ചെയ്യുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ അത് സേവ് ചെയ്തു. അത് ഗംഭീര സേവായിരുന്നു. ഇന്നലത്തെ ഏറ്റവും ബെസ്റ്റ് സേവാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും. അജാതി അടിപൊളി സേവ്. അപ്പോൾ അത്തരത്തിൽ എപ്പോഴും ഗോൾ ത്രെറ്റ് ഇങ്ങനെ സ്പെയിന് കൊടുത്തുകൊണ്ടിരുന്നു. ആൽവാരോ മൊറാട്ടയ്ക്ക് സിറ്റേഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പെഡ്രിക്ക് സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലായിട്ട് 2-3 ചാൻസുകൾ കിട്ടുന്നുണ്ട്, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നിക്കോ വില്യംസിൻ്റെ ഒരു സൂപ്പർ ഷോട്ട്, ബോക്സിന് പുറത്തു നിന്നുള്ളൊരു കർവിങ് സാധനം ബാറിൽ തട്ടിപ്പോകുന്ന തരത്തിലുള്ള കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ ലാമിൻ യമാലിൻ്റെ സൂപ്പർ അറ്റംപ്റ്റുകൾ ഈ ഒരു റൈറ്റ് സൈഡിൽ, അതായത് ഇറ്റലിൻ്റെ റൈറ്റ് ബാക്കായിട്ടുള്ള ഡി ലോറൻസോക്ക് അവിടെ നിക്കോ വില്യംസ് പണി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ടുള്ള ഡിമാർക്കോക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരാണ്? 16 വയസ്സുകാരനായിട്ടുള്ള ലാമിൻ യമാലാണ്. രണ്ടുപേരും ഇറ്റലിൻ്റെ വിങ്ങിനെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ ഇറ്റലിൻ്റെ ഡിഫൻസ് വലിയ കുഴപ്പമില്ലാതെ അത് മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് ഈ രണ്ടുപേരും കൊണ്ടുവരുന്ന ത്രെറ്റിനെ ഗോളിലേക്ക് എത്തിക്കാതെ പിടിച്ചു നിർത്താൻ അത്യാവശ്യം ഇറ്റലിൻ്റെ ഡിഫൻസിന് പറ്റുന്നുണ്ട്. ബാസ്റ്റോണി ആണെങ്കിലും അതേപോലെ സെൽഫ് ഗോൾ വഴങ്ങിയത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കലാഫിയോറി ആണെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ സ്പെയിനിൻ്റെ ഏക ഗോൾ വരുന്നത് കലാഫിയോറിൻ്റെ സെൽഫ് ഗോളാണ്. അത് നിക്കോ വില്യംസ് ലെഫ്റ്റിൽ നിന്ന് കൊടുത്തൊരു ബോള്, അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് ഡൊണറുമ കളക്ട് ചെയ്യുന്നത് കലാഫിയോറി വിചാരിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് വന്നു, ബോൾ പ്രതീക്ഷിക്കാത്തൊരു മൂവ്മെൻറ്റ്, അങ്ങനെ ബോൾ കാലിൽ തട്ടി ഗോൾ പോസ്റ്റിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് മാച്ചിൽ ഒരു അൺബിലീവബിൾ പെർഫോമൻസ്, ഒരു ഒരു മോഡേൺ ഡേ CBൻ്റെ അടുത്ത് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത്തരത്തിലൊരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് പുറത്തെടുത്തിട്ടുള്ള ആളായിരുന്നു കലാഫിയോറി. പക്ഷേ സെക്കൻഡ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് ആൾ വലിയ തരക്കേടില്ലാതെ കളിച്ചു എന്നൊക്കെ പറയാമെങ്കിലും ആ ഒരു സെൽഫ് ഗോൾ വഴങ്ങിയത് ശരിക്കും വലിയൊരു ബ്ലാക്ക് മാർക്ക് ആയിട്ടുണ്ട്. എനിവേ ക്രൊയേഷ്യക്കെതിരെയുള്ള മാച്ചിൽ അദ്ദേഹം ഒന്നും കൂടി ശക്തനായിട്ട് തിരിച്ചു വരുന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. അപ്പോൾ ഇറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസിലെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഡൊണറുമൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും അവർക്കില്ല. അതാണ് സത്യം. മിഡ്ഫീൽഡൊന്നും വലിയ റോളില്ലാത്ത ഒരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന്. ഡൊണറുമൻ്റെ കേസ് നമ്മൾ പറയുന്ന സമയത്ത്
ഒരുപാട് ഷോട്ടുകൾ സ്പെയിൻ അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 9-10 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ സേവ് ചെയ്യാണ് ചെയ്തത്. അവർക്ക് ഒരു 89 മിനിറ്റിന് ശേഷം തന്നെ 2 ഓപ്പൺ ചാൻസ് സ്പെയിൻ്റെ പ്ലെയേഴ്സിന് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെയും ഡൊന്നറുമയാണ് ഇറ്റലിനെ രക്ഷിക്കുന്നത്. ഇറ്റലിനെ ഒരു ഹ്യൂമിലിയേഷനിൽ നിന്ന് ഡൊന്നറുമ രക്ഷിച്ചു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ പെർഫോമൻസാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ചിലപ്പോൾ മൂപ്പരിക്കായിരിക്കും മാൻ ഓഫ് ദ മാച്ച് കിട്ടുക, എനിക്കറിയില്ല. ആരൊക്കെ കിട്ടിയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. സ്പെയിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ മിഡ്ഫീൽഡിലൊക്കെ സ്പെയിൻ നല്ല രീതിക്ക് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെയിൻ്റെ കളിൻ്റെ പേസ് എന്ന് പറഞ്ഞാൽ ഒട്ടും സ്ലോ അല്ല, അത്യാവശ്യം പേസി ആയിട്ട് തന്നെ കളി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. പണ്ടത്തെ സ്പെയിനല്ല, ഒരുപാട് ടാക്റ്റിക്കലി ഉള്ള മാറ്റങ്ങൾ കാര്യമായിട്ട് അവർക്ക് വന്നിട്ടുണ്ട് ലാഫ്ലുവൻ്റെ അണ്ടറിൽ. അപ്പം അത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ടിൽ. അവർ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ പ്രോപ്പറായിട്ട് റിസൾട്ടാക്കി മാറ്റാൻ അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഫിനിഷിങ്ങിലെ പ്രശ്നം, അതായത് ഈ ഒരു 9 ചാൻസുകൾ 9 ബിഗ് ചാൻസൊക്കെ അവിടെ കിട്ടിയിട്ട് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു കൺസേൺ തന്നെയാണ് സ്പെയിൻ്റെ ഈ ഒരു ഫിനിഷിങ്ങിലെ പ്രശ്നം. മിഡ്ഫീൽഡിൽ അവർ ടോട്ടലി ഒരു കിടിലൻ പെർഫോമൻസ്. പെഡ്രി ആണെങ്കിലും ഫാബിയാൻ റൂയിസൊക്കെ സൂപ്പറാണ്. ഫാബിയാൻ റൂയിസ് കളീനെ ടോട്ടലി കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ റോഡ്രി നല്ലൊരു പെർഫോമൻസ് അവിടെ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഡിഫൻസിൽ കർവഹാൾ നല്ല കളിയായിരുന്നു. പിന്നെ കുക്കുറയൊക്കെ മരിച്ച് കളിക്കായിരുന്നു. കുക്കുറയൊക്കെ ഇങ്ങനെ കളിക്കുന്ന മുന്നേ കണ്ടതായിട്ടുള്ളൊരു ഓർമ്മ എനിക്കില്ല. കുക്കുറയെ സൂപ്പർ പെർഫോമൻസാണ് പുറത്തെടുത്തത്. ശരിക്കും അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു പ്ലെയറാണ്. നല്ല പെർഫോമൻസാണ് പുറത്തെടുത്തിട്ടുള്ളത്. നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റിലും ഒരു നിർണായകമായിട്ടുള്ള ഒരു ടച്ചൊക്കെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ കുക്കുറയെ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനും കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ ഇറ്റലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് ഇറ്റലി എപ്പോഴും അറ്റാക്ക് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇറ്റലി ചിലപ്പോൾ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇറ്റലി എപ്പം അറ്റാക്കിലേക്ക് വരുമ്പോഴും നമുക്കൊരു പേടി വരുന്നുണ്ട്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആ 93-ാം മിനിറ്റിലുള്ള കോർണർ വരെ ചിലപ്പോൾ ഇറ്റലി അടിച്ച് കയറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതായത് ഇറ്റലിൻ്റെ മൊറാലൊക്കെ താഴോട്ട് പോയി എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം സ്പെലോട്ടിൻ്റെ ടീമാണ്, ഇറ്റാലിയൻ ടീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്പിരിറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റലിനെ നമ്മളിപ്പോൾ ഈ ഒരു മാച്ചിൽ തോറ്റെന്ന് വിചാരിച്ചാൽ അടുത്ത മാച്ചിലേക്ക് ഇറ്റലിനെ എഴുതി തള്ളണ്ട. ഇന്ന് ശരിക്കും ഇറ്റലിനെ തടഞ്ഞു നിർത്തിയത് നമ്മുടെ നിക്കോയും അതുപോലെ ലാമിൻ യമാലും നടത്തിയിട്ടുള്ള ആ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണെന്ന് ഞാൻ പറയും. കാരണം അവർക്ക് കണ്ണും പൂട്ടി അറ്റാക്കൊന്നും ചെയ്യാൻ വരാൻ വയ്യ. ഡി ലോറൻസോക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ, ഡിമാർക്കോക്ക് കയറി വരാൻ പറ്റാത്ത അവസ്ഥ. സെൻറ്ററിൽ നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഫാബിയാൻ റൂയിസ് ബോൾസൊക്കെ കളക്ട് ചെയ്ത് ഈ 2 പഹയന്മാർക്ക് ഇങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കളി അപ്പുറത്ത് നിന്നിട്ട് നമ്മൾ റോഡ്രി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിങ്ങിൽ നിന്ന് കുക്കുറയാണെങ്കിലും കാർവഹാലാണെങ്കിലും കൃത്യമായുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. ബോളുമായിട്ട് നോർമാൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ബോൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുന്നു. ഉനായ് സിമോൺ ബോൾ കാലിൽ വെച്ചിട്ട് മൂപ്പര പണി എന്താണോ അത് വൃത്തിക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പണി വൃത്തിക്ക് ചെയ്യാതിരുന്നത്. എനിക്ക് തോന്നുന്നു പെഡ്രിക്ക് ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂളായിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മൊറാട്ടനെ കുറിച്ച് പറയാണല്ലോ, മൊറാട്ടയ്ക്ക് ചാൻസസ് കിട്ടുന്നുണ്ട്, പക്ഷേ ആൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ മൊറാട്ട ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്രിയേഷനിൽ മൂപ്പര് കാണിക്കുന്ന ഒരു എബിലിറ്റി മൂപ്പര് ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ കാണിക്കുന്നില്ല. എനിവേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രോപ്പർ ഫിനിഷിങ് വരാതെ സ്പെയിനിന് ഒരു രക്ഷയില്ല. ഇപ്പോൾ ലാമിൻ യമാൽ ആണെങ്കിലും നിക്കോ വില്യംസ് ആണെങ്കിലും അവർ വലിയ പ്രോപ്പർ ഫിനിഷേഴ്സൊന്നുമല്ല. അവർ പയ്യന്മാരാണ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ്. ആകെ നാഷണൽ ടീമിൻ്റെ കൂടെ 50 മാച്ച് കളിച്ചിട്ടുള്ളത് ജീസസ് നവാസും അൽവാറോ മൊറാട്ടയും മാത്രമാണ്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, എസ്പെഷ്യലി നമ്മുടെ അൽവാറോ മൊറാട്ട സ്റ്റെപ്പ് ചെയ്യാതെ ടീമിനൊരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒന്ന് സ്റ്റെപ്പ് ചെയ്തിരുന്നെങ്കിൽ 2 ഗോളൊക്കെ അവർക്ക് അടിക്കായിരുന്നു എന്നാണ് പേഴ്സണലി ഞാൻ കരുതുന്നത്. പിന്നെ ഈ അയോസെ പെറസ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രിവ്യൂ പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സ്ട്രൈക്കറാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ദിവസമല്ല. 2 ചാൻസുകളാണ് അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ളത്. പക്ഷേ 2 സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. 2ലും നല്ല സൂപ്പർ സേവാണ് നമ്മുടെ ഡൊന്നറുമ്മ നടത്തിയിട്ടുള്ളത്. പിന്നെ സ്പെയിൻ്റെ ഫസ്റ്റ് മാച്ച് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്നും ഫാബിയാൻ റൂയിസ് ഗംഭീര പെർഫോമൻസാണ് പുറത്തെടുത്തിട്ടുള്ളത്. ആളുടെ ഒരു സൂപ്പർ ഗോളും ഉണ്ടായിരുന്നു. ആ ഗോള് നോക്കുന്ന സമയത്ത് ഫുൾ കവേർഡാണ് അവിടെ. അതായത് ക്രൊയേഷ്യൻ ഡിഫൻഡേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച്, ഒരു മൈന്യൂട്ട് സ്പേസ്, ആ സ്പേസിലൂടെ ഒരു മൊമെൻ്റ് ഓഫ് മാജിക്, അങ്ങനെ അത് ഗോളായി മാറുകയാണ്. ഓക്കെ,
അപ്പോൾ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ. പിന്നെ ഇറ്റലിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവർ വല്ലപ്പോഴും ഒരു അറ്റാക്ക് ഇട്ട് വരും. അറ്റാക്ക് ഭയങ്കര ഡൈനാമിക്കായിട്ട് വരും. പക്ഷേ സ്പെയിൻ ഭയങ്കര തന്ത്രപരമായിട്ട് അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്പെയിൻ ഡിഫൻസീവിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. വല്ലപ്പോഴും ഈ ഇറ്റാലിയൻ മുന്നേറ്റ നിരക്കാർ വരുന്ന സമയത്ത് അവരെ എങ്ങനെ തടഞ്ഞു നിർത്തണം എന്നുള്ള കാര്യത്തിൽ സ്പെയിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. മാച്ചിൻ്റെ ഓരോ ഫേസിലും ആര് എന്തൊക്കെ ചെയ്യണം, ആര് എവിടെ നിൽക്കണം, എവിടെ മാർക്ക് ചെയ്യണം, ആരെ മാർക്ക് ചെയ്യണം, എങ്ങനെ മാർക്ക് ചെയ്യണം, ഈ കാര്യത്തിലൊക്കെ പ്ലെയേഴ്സിന് നല്ല ധാരണ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇത് മറ്റേ ഇംഗ്ലണ്ടിൻ്റെ ടീമിൻ്റെ പോലല്ല, തെക്കൻ കവാടത്തിൻ്റെ ടീമിൻ്റെ പോലല്ല. ഇംഗ്ലണ്ടിൻ്റെ കളി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്കിനി അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇംഗ്ലണ്ട് ഒരു പെർഫോമൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഒന്നുമില്ല. ഇന്ന് ഇംഗ്ലണ്ട് വട്ടപ്പൂജയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, സൗത്ത് ഗേറ്റിനെ കൊണ്ട് കൂട്ടിയേ കൂടുന്ന പരിപാടിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു യൂറോയിലേക്ക് വരുമ്പോഴെങ്കിലും കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ടാക്ടിക്സും ഇത്രയും നല്ല പ്ലെയേഴ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോൾ പാമറിനൊന്നും ഇതുവരെ ഒരു മിനിറ്റ് പോലും മൂപ്പർ കളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. കോൾ പാമർ ഇനി ഇതിൻ്റെ അപ്പുറം എന്താണ് ചെയ്യേണ്ടത്, തനിക്ക് യൂറോ കപ്പിൽ ഒരു മിനിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ആൻ്റണി ഗോർഡന് ചാൻസ് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ട്രെൻഡിനെ മിഡ്ഫീൽഡിൽ വീണ്ടും സ്റ്റാർട്ട് അയച്ചു. ട്രെൻഡ് മിഡ്ഫീൽഡിൽ മേ ബി വർക്കാവുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വർക്കാവുന്നില്ല. ടോട്ടലി ക്ലൂലെസ് ആണ്. ഇത് ഫസ്റ്റ് മാച്ചിലെ സൗത്ത് ഗേറ്റ് കണ്ടൊരു കാര്യമാണ്. പക്ഷെ മൂപ്പരായി ഒട്ടും പാഠം പഠിച്ചിട്ടില്ല. ഇന്നും ആ ഒരു നമ്പർ 8 റോളിൽ അല്ലെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡർ റോളിൽ കംപ്ലീറ്റ്ലി ട്രെൻഡ് അലക്സാണ്ടർ-ആർണോൾഡ് ഒരു പരാജയമായിരുന്നു. ഇന്ന് ബെല്ലിംഗ്ഹാമിനും അത്ര ശോഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമല്ല. ഡെക്ലാൻ റൈസും മോശമായിരുന്നു, ടോട്ടലി മോശമായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നിന്ന് ആകെ മെച്ചമായിട്ട് നിന്ന ഒരേ ഒരു പ്ലെയർ എന്നുള്ളത് അത് മാർക്ക് ഗുയേഹിയാണ്. ഗുയേഹി അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഡിഫൻസീവ് പെർഫോമൻസ് പുറത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം ഫസ്റ്റ് മാച്ചിലും അത്യാവശ്യം നല്ല കളിയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.